ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക്, രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാത്ത അനിയന്ത്രിതമായ ഉത്പാദനം നടക്കുന്നവർക്ക്, ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ കെട്ടുതാലി ഉൾപ്പെടെയുള്ള സമ്പത്ത് പിരിച്ചുവിട്ട് പണയം കൊടുക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല എങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ പോരെ. അദ്ദേഹം ഒരു മതത്തിന്റെ പേരും പറഞ്ഞില്ല. വാട്ട് യു മെൻ ബൈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്? എന്ത് വെൽത്താണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് പിടിച്ചെടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? ഇത് ആർക്കാണ് കൊടുക്കാനുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ച നിങ്ങൾക്ക് ഈ രാജ്യത്തെ വെൽത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ മര്യാദയ്ക്ക് നടത്തിയിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെ എവിടെയാണ് എത്തുന്നത്? നേരായ മാർഗത്തിലൂടെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ആധികാരികമായിട്ട് പറയും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു എളിയ പ്രവർത്തനം കൂടിയായിരുന്നു ഞാൻ. സലീമിന് അറിയാമല്ലോ, മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ അവിടെയുണ്ട്. ഈ തവണ പോയപ്പോണ്ടായ അനുഭവം എന്താണ്? മുത്തലാഖ് നിർത്തിയതിന്റെ പേരിൽ നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഉമ്മമാര് ഞങ്ങളോട് പറഞ്ഞു, ചില വീടുകളിൽ ചെന്നപ്പോൾ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബോർഡ് വെക്കാൻ ഇവിടെ സ്ഥലമില്ല എന്നാണ്. അതെ, ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾക്ക് ബോർഡ് വെക്കാൻ, മലപ്പുറത്ത് ചില അരീക്കോട്, നിലമ്പൂര്, വണ്ടൂര്, ഏറനാട് ചില സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇത്തവണ അവർ നമ്മളെ വളരെ പരസ്യമായി ക്ഷണിച്ചു. സലീമാൻ, ഇവിടെ നിങ്ങൾ വെച്ചോളൂ, വോട്ട് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുണ്ട്, ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ അനുഭവങ്ങളല്ല കേരളത്തിലുള്ളത്. ഇപ്പൊ സ്റ്റാൻലി സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ ഒരു കാര്യം കൂടി ഞാൻ പറയും. നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം ഉണ്ടാകും, ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമോ, ഈ പറഞ്ഞ എക്സിറ്റ് പോളൊക്കെ ശരിയാക്കുമോ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ തവണ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് നിങ്ങൾ പറഞ്ഞ വെറുപ്പുകളില്ല. ഒന്നും കൂടി ഞാൻ പറയും, എന്റെ കോൺഗ്രസ് പ്രതിനിധി ചോദിച്ച 1-2 ചോദ്യങ്ങൾ ഉണ്ട് ഇവിടെ. ഞാനത് കർണാടക, സർ, കർണാടകയിൽ നിങ്ങളുടെ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം ഇതിന് ഉത്തരം പറഞ്ഞതോടൊപ്പം. കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ കൂടുതൽ സീറ്റ് കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. ആ കോൺഗ്രസിന് സീറ്റ് കിട്ടി. 2019 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കർണാടകയിൽ 28-ൽ 26 ബി.ജെ.പിക്ക് കിട്ടി. 18 കോൺഗ്രസിന് സ്വീകരിച്ച കർണാടകത്തിലെ ജനത 19-ൽ 28 സീറ്റുമായി ബി.ജെ.പി സ്വീകരിച്ചു. ഈ തവണയും ഞാൻ ഉറക്കെ പറയും, ഒരബദ്ധം പറ്റിപ്പോയി എന്ന് കർണാടകയിൽ പോയപ്പോ ഇപ്പം നമുക്ക് ബോധ്യപ്പെടുന്നു. അവിടുത്തെ ഇപ്പൊ ഉണ്ടായിരുന്ന യാത്രാ നിരക്കിലുണ്ടായ വർധനവ്, സബ്സിഡികളുടെ പിൻവലിക്കൽ, ഇതൊക്കെ കടുത്ത എതിർപ്പുണ്ട്. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയും, നിയമസഭാ വോട്ടിംഗ് പാറ്റേൺ അല്ല ഒരു വിഷയമാണ്. ഇവിടെയും സംവരണം വിഷയമാണ്. അതെ, മുസ്ലിം സംവരണം അവിടെ ഒരു വിഷയമായി. നല്ല വിഷയമാണ്. അതിനെ പറ്റി പറയാനിട്ടാണ് നമ്പ്യാരെ. കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ ബി.ജെ.പി വലിയ സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല മിസ്റ്റർ സേനാപതി വേണു. ബംഗാളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു, ഒരു 10 കൊല്ലം മുമ്പ് 34 കൊല്ലം എതിർവായില്ലാത്ത, നിങ്ങൾക്ക് പോലും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ബംഗാളിൽ ബി.ജെ.പിക്ക് അവിടുത്തെ 18 സീറ്റുകൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നോ? അതൊരു 25-ഓ 30-ഓ എത്തും ഇത്തവണ. കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ അത് അത്രയും വലുതാണ്. ഒന്നും കൂടി ഞാൻ സേനാപതി വേണുവോട് പറയും, ഒരു സാധാരണക്കാരന്റെ ആവശ്യം എന്താണ്? അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ്. അവൻ അനുഭവിക്കുന്നു. നരേന്ദ്രമോദി മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഒരു വാർഡിൽ, ഒരു ബൂത്തിൽ നിങ്ങൾ എടുത്താൽ പകുതിയിൽ കൂടുതൽ വീടുകളിൽ മാസത്തിൽ പ്രതിമാസം 30 കിലോ ഭക്ഷ്യധാന്യം എത്തുന്നു. 100 കണക്കിന് ഗതിയില്ലാത്ത പാവപ്പെട്ട കോളനി നിവാസികളുടെ വീടുകളിൽ ഉജ്ജ്വല യോജനയുടെ ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു. 100 കണക്കിന് കുട്ടികൾക്ക് അവരുടെ അംഗൻവാടികളുടെ പോഷകാഹാരം ലഭിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യം മാറി നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. കോടാനുകോടി കേരളീയർക്ക് ഉൾപ്പെടെ ഞാൻ ആധികാരികമായിട്ട് സേനാപതി വേണുവിനോട് പറയും, ഒരു ബൂത്തിൽ പകുതിയോളം കുടുംബങ്ങളിൽ ഓരോ വർഷവും 6000 രൂപ അവരുടെ വീടുകളിൽ അക്കൗണ്ടിലെത്തുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റപ്പെടുന്നു. അവർ അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർ സംതൃപ്തരാണ്. ഭക്ഷ്യധാന്യം ലഭിക്കുന്നു, ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു, കിസാൻ സമ്മാൻ നിധി അനുഭവിക്കുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ കേരളത്തിൽ ഉൾപ്പെടെ പകുതിയിലധികം എണ്ണം ആളുകൾക്ക് കേരളത്തിൽ അവർക്ക് ആയുഷ്മാൻ ഭാരതിലൂടെ അവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യങ്ങൾ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് നമ്പ്യാരെ, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നടന്നു. ഞാൻ എന്റെ ഒറ്റ ചോദ്യം ചോദിക്കും, നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ആനുകൂല്യം ജാതിയുടെ പേരിൽ നിഷേധിച്ചിട്ടുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഏതെങ്കിലും പ്രത്യേക മതത്തിന് സംവരണം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? പ്രധാനമന്ത്രി അന്ന യോജന അത് ഏതെങ്കിലും ഒരു സമുദായത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ഉജ്ജ്വൽ ഗ്യാസ് യോജന, ആവാസ് യോജന, ഏതെങ്കിലും ഒരു പദ്ധതി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ബി.ജെ.പി വിവേചനത്തോട് നടപ്പിലാക്കിയിട്ടുണ്ടോ?
മറിച്ച് നിങ്ങളാണ് യെസ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആനുകൂല്യങ്ങൾ കൈപിടിച്ച് വിതരണം ചെയ്യുന്നത്. എത്ര കാലം ഈ രാജ്യം മുന്നോട്ട് പോകും? യെസ് ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിന് ആവശ്യം വികസനമാണ്, നിശ്ചയദാർഢ്യമുള്ള തീരുമാനങ്ങളാണ്. അവരുടെ മനസ്സിൽ അവരുന്നീരുന്ന വേദനയും പരിഹാരവുമാണ് മുത്തലാഖിന്റെ തീഷ്ണത അനുഭവിക്കുന്ന മുസ്ലിം സഹോദരിമാർ. അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ രക്ഷകനായിട്ട് അവർ കാണുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അഹമ്മദാബാദ് മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞ താജുദ്ദീൻ മത്സരിച്ച നഗറിലും ത്രിപുരയിലെ ബോക്സ നഗറിലും അങ്ങ് ഗുജറാത്തിലെ അഹമ്മദാബാദ് മേഖലകളിലും യുപിയിലെ രാംപൂർ മണ്ഡലത്തിലും ഉൾപ്പെടെ നിങ്ങൾ എത്ര വിഷം കുത്തി വെച്ചാലും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാര്യം അറിയാം, മോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികാരമാണ്, രാജ്യമാണ് അദ്ദേഹത്തിന് വലുത്, അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നുമില്ല. അത് കേരളത്തിലെ ഗവർണറുടെ പ്രവർത്തനം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ സലീമെ? യെസ് അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങൾ ജനം തള്ളിക്കറയും, യെസ് അവർ മോദിയോടൊപ്പം നിൽക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 4-ാം തീയതി നമുക്ക് ഒന്നിച്ചൊന്നുകൂടി ഇരിക്കാം.